ഇത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. സാറേ, നമ്മൾ നമ്മുടെ മരിയ സുഹൃത്തുക്കളിൽ 8ാമത്തത് നലം തികഞ്ഞ വിശുദ്ധിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. അതിൽ സാറ് പറഞ്ഞു നിർത്തിയത് ഈ മിണ്ടടക്കം, കണ്ണടക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ സമയം നമ്മൾക്ക് പൂർത്തിയായത്. ഇപ്പം ഇപ്രാവശ്യവും വിശുദ്ധിയെക്കുറിച്ച് തന്നെ സാറിനോട് ചോദിക്കാനാണ് മനസ്സാഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആദ്യമേ ഇന്നിപ്പോൾ ചോദിക്കാൻ തോന്നുന്നത്, വിശുദ്ധിക്ക് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ സാറിന്? ഒരു വളരെ സിമ്പിളായിട്ട്. നമ്മളിപ്പോൾ സാറ് കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധി വളരെ സിമ്പിളാണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോഴും സാധാരണക്കാർക്ക് വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര ടഫാണ്. അപ്പോൾ അവർക്കൊരു വളരെ സിമ്പിളായിട്ടൊരു നിർവചിക്കാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും അത്? വിശുദ്ധിക്ക് അങ്ങനെ ഒരു ഡെഫിനിഷന് മുതിർന്നേക്കാൻ നല്ലത് വിശുദ്ധി എന്താണെന്ന് എന്നൊന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു ഒറ്റ വാക്കിലോ അർത്ഥത്തിലോ വാക്കിലോ. ഇത് വളരെ സിമ്പിളാണ്. വിശുദ്ധ കൊച്ചറേശ്യ പുണ്യവതി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൊച്ചറേശ്യ പുണ്യവതി തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുണ്യവതിയോടൊന്ന് പറഞ്ഞു, ഇനിയിപ്പം മരിക്കാൻ 1/2 മണിക്കൂറേ ഉള്ളൂ എന്ന് നിന്നോട് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? കൊച്ചറേശ്യ പുണ്യവതിയുടെ മറുപടിയുണ്ട്, ഈ 1/2 മണിക്കൂറോടെ കൂടിയാണ് തോട്ടത്തിൽ ജോലി ഇപ്പം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്, ഞാൻ ഈ ജോലി തന്നെ നിർവഹിക്കും. അപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മളെല്ലാം വിട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് ഉടനെ പോയി ഈശോയുടെ മുമ്പിൽ ഇരിക്കേണ്ട ഏറ്റവും അടുത്തുള്ള ദേവാലയത്തിലേക്ക് പോയി. ഞാനൊക്കെ മാനുഷികമായിട്ട് ചിന്തിച്ചു വന്ന് അങ്ങനെയാണ്. ദേവാലയത്തിലേക്ക് പോയി അവിടെ ഈശോയുടെ മുമ്പിൽ തന്നെ, കാരണം അവിടെ മരിച്ചു വീണ് കഴിഞ്ഞാൽ അവിടെ വെച്ച് മരണം പ്രാപിച്ചാൽ നേരെ തന്നെ സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെയുള്ളൊരു മാനുഷികമായൊരു ചിന്ത. അതിൽ തന്നെ തെറ്റൊന്നുമില്ല. ഒരു ദേവാലയ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഒരു കർത്താവ് ആത്മാവിനെ എടുക്കാമെന്നൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ എവിടെ വെച്ച് മരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ നിത്യതയുടെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ മകുടമായിട്ട് ദൈവം നമുക്ക് തരുന്ന തീരുമാനം. അത് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് മുടി വയ്ക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് പൗലോസ്ലിഹയുടെ എഴുതിയ വചനങ്ങൾ ഉദ്ധരിച്ചിട്ടാണ്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം എന്നെ നീതിയുടെ കിരീടം അന്ത്യദിനത്തിൽ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഈ നല്ലവണ്ണം യുദ്ധം ചെയ്തു. എന്തിനാണ് യുദ്ധം ചെയ്തത്? ഈ ലോകത്തെ മാലിന്യങ്ങളോ അഴുക്കുകളോ എന്നിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചു. ഇതുകൊണ്ടാണ് യാത്ര ചെയ്ത് ഞാൻ അന്ത്യം വരെ യുദ്ധം ചെയ്ത് ഞാൻ ക്രൂശിൽ നോക്കിയതാണ്. അപ്പോൾ ഈശോയെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് വിശുദ്ധി. ഈശോയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന യാത്ര. ഇതാണ് ഈശോയെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന പല മനുഷ്യരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രേസാണ്, അവരുടെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ. അവർ ദൈവത്തെ നോക്കി പ്രകാശിതരായവരാണ്. അപ്പോൾ പ്രകാശിതരാവാത്തവരാരാ? ദൈവത്തെ നോക്കാത്തവരാണ്. അപ്പം ദൈവത്തെ നോക്കി അനുനിമിഷം യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അത് വളരെ ലളിതമായൊരു കാര്യമാണ്. അപ്പം ബോണിയും ഞാനും നല്ല സുഹൃത്തുക്കളാണെന്ന് നമ്മൾ നല്ലൊരു യാത്ര തുടരണം. അപ്പം ബോണിക്ക് ചായ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ചായക്കട കയറിയിട്ട് ബോണിക്ക് ഇഷ്ടമില്ലാത്ത ചായ ഞാൻ വാങ്ങിച്ചു തരും? ഇല്ല. ഞാൻ ബോണിക്ക് ഇഷ്ടമില്ലാത്ത ചായ ഞാൻ കുടിക്കും, അതും ഇഷ്ടമില്ല, അതൊന്നും ഞാൻ കുടിക്കില്ല. കാരണം എന്താ? എൻ്റെ സുഹൃത്തായ ആ ബോണിയുടെ ഇഷ്ടം കൂടെ ഞാൻ മാനിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഈശോ. ആ ഈശോയുടെ അനിഷ്ടം സമ്പാദിക്കാതിരിക്കുക 1, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക 2. അപ്പം ഈശോയെ നോക്കി ഈശോയോടൊപ്പമുള്ള ഒരു യാത്ര, ഇതാണ് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ടൊരു വിശുദ്ധി. അതാണ്. അപ്പം മാനുഷികമായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാത്തതുപോലെയും സുഹൃത്തിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നത് പോലെയും, ബോണിക്ക് കാപ്പിയെ ഇഷ്ടമെന്ന് ഞാൻ കാപ്പിയുടെ സ്ഥലത്തേക്കേ പോകുള്ളൂ. അപ്പം ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുകയും ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്യുന്ന അത് നമ്മുടെ ഈശോയോടൊപ്പമുള്ള യാത്രയിൽ ഈശോ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ
ആ ഈശോയ്ക്ക് അനിഷ്ടമായത് ചെയ്യാതിരിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്യുക. ഒന്ന് കത്ത് സൂക്ഷിക്കലും, രണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് ഡയമെൻഷനായിട്ട് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യലാണ്. അപ്പം അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ പ്രസാദം എനിക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയത് ഈശോയുടെ കൈപിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക, വളരെ സുന്ദരമായിട്ട് യാത്ര ചെയ്യും. അതാണ് ഹോളിനെസ്, അതാണ് വിശുദ്ധി. വളരെ സുന്ദരമായ യാത്ര. നമ്മളെല്ലാം ലോകത്ത് ജീവിക്കുന്നതല്ലേ. നമ്മൾ ഈ വഞ്ചി ബോണി ചെല്ലാനത്തുകാരനായതുകൊണ്ട് വഞ്ചിയും കണ്ടു കാണാൻ ഉറപ്പായിട്ടും. ഞാനും ഈ പരിഹാരണ തീരത്തൊക്കെ ജീവിച്ചിട്ടുള്ള ധാരാളം വഞ്ചി കണ്ടിട്ടുണ്ട്. വള്ളം എന്ന് പറയാം. വള്ളം എവിടെയാണ് കിടക്കുന്നത്? വെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷെ വെള്ളം വള്ളത്തിലുണ്ടോ? ഇല്ല. വെള്ളം വള്ളത്തിൽ കയറി എന്താ സംഭവിക്കുക? വള്ളം മുങ്ങിപ്പോകും. അപ്പം നമ്മളാകുന്ന ഒരു വഞ്ചി ഈ ലോകമാകുന്ന വെള്ളത്തിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ലോകം എന്നിൽ പ്രവേശിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. അത് ഞാൻ സൂക്ഷിക്കണം. അഥവാ ഏതെങ്കിലും തരത്തിൽ അല്പം വെള്ളം കയറിയാലും നമ്മൾ ഉടനെ തന്നെ ആ വെള്ളം നമ്മൾ കോരിക്കളയും. ആ കോരിക്കളയുന്നതാണ് നമ്മുടെ കുമ്പസാരം, അനുതാപ ശുശ്രൂഷ. മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും എന്ന് പറയുന്നതുകൊണ്ട് കുർബാനയ്ക്ക് മുമ്പായിട്ട് വൈദ്യം തരുന്ന പ്രാർത്ഥനയും നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് അനുതാപ ശുശ്രൂഷയോട് ചെല്ലുന്ന പ്രാർത്ഥനയുടെയും മനസ്സിൽ നിറയെ മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ആ പാട്ടിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പം കാരണം ഈ വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാവും, അത് പറയുന്നതിൻ്റെ അർത്ഥം തന്നെയാണ്. കാരണം ഈ വിശുദ്ധി തന്നെയായ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ആ വിശുദ്ധനാവണം. അപ്പം ഇതിൽ അശുദ്ധി ഒന്നും ഉണ്ടാവരുത്. ആ അശുദ്ധി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയും അതുണ്ടെങ്കിൽ അതിനുള്ള കഴുകിക്കളയലും മാറ്റിക്കളയലും അതിൽ നിന്ന് മുക്തി നേടലുമാണ് അനുതാപ ശുശ്രൂഷ. അവസാന സമയത്ത് പോലും ഈശോയെ സ്വീകരിക്കുന്നതും തൊട്ടുമ്പായിട്ട് പോലും കുർബാന മധ്യം നമ്മൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ലത്തീൻ ആരാധനാക്രമത്തിലാണെന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ ബലി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാവങ്ങളുണ്ട് എന്ന് ഓർത്തെടുത്ത് അനുദപിച്ച് എന്നിട്ട് ദൈവത്തോട് മനുഷ്യരോടും അനുരഞ്ജനപ്പെട്ടിട്ടാണ് ബലി ആരംഭിക്കുന്നത്. മറ്റു രീതികളിൽ ഈ ബലി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ആ ദൈവത്തോട് സ്തുതിപ്പിനോടുകൂടി ആരംഭിച്ച ബലിയുടെ മധ്യേ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിന് നിരക്കാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മറന്നു കളയാനുമൊക്കെ ദൈവത്തിൻ്റെ സ്തുതിപ്പ് സഹായമാവുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ അതിൽ നിന്ന് ഞാൻ മുക്തി നേടി ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് വിശുദ്ധി തന്നെയായ ദൈവത്തെ ഞാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഈശോയെ ഞാൻ സ്വീകരിക്കുന്നു. ഈ രണ്ട് സമീപനങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിലും പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ല, ഈ ലത്തീൻ ക്രമത്തിലും കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിന് മുമ്പ് കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ അയോഗ്യത ഏറ്റു പറഞ്ഞിട്ടാണ്. ഞാൻ യോഗ്യനല്ല, പക്ഷെ അങ്ങ് എന്നെ യോഗ്യനാക്കാൻ കഴിയും. അങ്ങ് എന്നെ യോഗ്യനാക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച എൻ്റെ തിരഞ്ഞെടുപ്പും എൻ്റെ തീരുമാനവും തിരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷമാണ് അയോഗ്യനാണ്. അപ്പോൾ ആ തീരുമാനവും തിരഞ്ഞെടുപ്പും കഴിഞ്ഞ വ്യക്തിയാണ് ദൈവമേ യോഗ്യനാണ്. ആ അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ച് എന്നെ യോഗ്യനാക്കുന്നത് ഇതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടെ ആ കൊളക്കരയിൽ എത്ര വർഷമായിട്ട് കിടക്കുന്നയാളെ സുഖം പ്രാപിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും മനസ്സുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത്. നീ മനസ്സ് വെച്ച, അതുകൊണ്ടാണ് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ നിനക്ക് നന്നാവാം. മനസ്സ് വെച്ചാൽ നിനക്ക് നീ മനസ്സ് വെക്കണം. ഈ മനസ്സ് വെക്കലാണ് ഈ തീരുമാനമെടുക്കലും തിരഞ്ഞെടുപ്പ് നടത്തലും. അപ്പം ഞാൻ മനസ്സായി തീരുമാനങ്ങളെടുത്ത് നടപടികളിലേക്ക് പ്രവേശിക്കാതെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാതിൽ അടച്ചു വെച്ചിട്ട് അകത്തേക്ക് വാ എന്ന് പറയുന്ന പോലെ ഇരിക്കും. ഞാൻ വാതിലിൻ്റെ പൂട്ട് തുറക്കാതെ ബോണി എന്നെ കാണാൻ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബോണിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ബോണിക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ ആ വാതിലിൻ്റെ പൂട്ട് തുറക്കണം. വാതിൽ തുറക്കാതെ അകത്തേക്ക് പ്രവേശിക്കുന്നു പറയുന്നത് വെറുതെയാണ്. ഇതുകൊണ്ടാണ് പഴയൊരു പാട്ടുണ്ട്, ഹൃദയ കവാടം ഞാൻ തുറന്നു തരാം, കനിവോട് അതിൽ വന്ന് വാഴണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഹൃദയ കവാടം തുറന്നു തരണമെന്നില്ല, ഹൃദയത്തിനകത്തിരിക്കുന്ന അശുദ്ധിയും മാലിന്യം എല്ലാം നീക്കിയിട്ട് ഈശോയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. നമ്മളൊരു കുഞ്ഞ് ശിശുവിനെ കൊണ്ടുവന്ന് കിടത്താൻ പോകുന്ന തുണി എത്രയോ നിർമ്മലമായിരിക്കില്ല, ഒരു അഴുക്കും ഒരു പൊടിയും ഒന്നുമില്ലാതെ. അതുപോലെ എത്രയോ നിർമ്മലവും വിശുദ്ധമായ രീതിയിലാണ് നമ്മൾ ഈശോയെ കൂടെ കൊണ്ടുവരുന്നത്. ഈശോടൊത്തുള്ള ഒരു യാത്ര അത് വളരെ ലളിതമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകത്തിൻ്റെ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, മക്കൾ നല്ലവരാകണം എന്ന് മാതാപിതാക്കന്മാർ ശഠിക്കാറുണ്ട്. എല്ലാവരും ആകും. പക്ഷെ മക്കൾ വിശുദ്ധരാകണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നല്ലവരാകുന്നത് മാത്രമല്ല വിശുദ്ധർ കൂടി ആവണം എന്നുള്ളതാണ് ഈശോ നമ്മെ പിതൃ ദൗത്യത്തിലൂടെ നമ്മെ ഏൽപ്പിച്ചത്. നമ്മുടെയൊക്കെ ദൈവം തന്ന മക്കൾ നമ്മൾ വിശുദ്ധരായി ദൈവത്തിൻ്റെ മുമ്പാകെ എത്തിക്കണം. അവരെ വിശുദ്ധരാക്കുന്നത് എങ്ങനെയാണ്? മാതാപിതാക്കൾക്ക് ഒത്തിരി പങ്കുണ്ട് ആ കാര്യത്തിൽ.
ചെറുപ്പം മുതലേ അവർ വിശുദ്ധിയിലൂടെ ഉള്ള ഒരു യാത്ര ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. സഭയോട് അടുത്ത് നിർത്തുക, സഭയുടെ വിശുദ്ധരാക്കാനുള്ള പ്രക്രിയ, നമ്മുടെ കുദാശ അനുഷ്ഠാനങ്ങൾ തുടങ്ങി വേദപാഠങ്ങൾ തുടങ്ങി സഭാ ശുശ്രൂഷകൾ തുടങ്ങി എല്ലാത്തിനും പങ്കു ചേർത്ത് അവരുടെ പങ്ക് അവരെ കൊണ്ട് എടുപ്പിച്ച് അവർ ആ ശുശ്രൂഷയിൽ താല്പര്യമുള്ളവരാക്കി ബോധ്യങ്ങൾ കൊടുത്ത് കൃപകൾ നിറയ്ക്കാൻ വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൊണ്ട് അവർക്ക് അഴുക്ക് പറ്റാൻ സാധ്യതയുള്ള എല്ലാത്തിൽ നിന്നും അവരെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തീ കണ്ടാൽ വളരെ ആകർഷണമാണ്. കാരണം അതിൻ്റെ കളറ്, അതിൻ്റെ ഒരു ജ്വാല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന് സ്വാഭാവികമായിട്ട് ആ തീയെ പിടിക്കാൻ തോന്നും. പക്ഷെ ഒരു അപ്പനോ അമ്മയോ അനുവദിക്കുമോ? ഇല്ല. അപ്പനും അമ്മയ്ക്കും അറിയാം തീ തൊട്ടാൽ പൊള്ളുമെന്നുള്ളത്. അപ്പോൾ കുഞ്ഞിനത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഗാർഡ് ചെയ്യുന്ന ആരാ, സംരക്ഷിക്കുന്ന ആരാ? അപ്പനും അമ്മയും. ഇങ്ങനെ സംരക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, മോനെ അത് തീയാണ്, മോളെ അത് ചൂടാണ്, അത് തൊട്ടാൽ പൊള്ളും, കൈക്ക് അസുഖം വരും. ഇത് നമ്മളൊരു മാനുഷിക തലത്തിൽ നമ്മൾ നടത്തുന്ന ഒരു കരുതലും ഒരു കാവലും ഒരു കൂട്ടുമാണ് ഒരു കുഞ്ഞിൻ്റെ കൂടെ. ഈ കരുതലും കാവലും കൂട്ടും ആത്മീയമായിട്ടുള്ള മേഖലകളിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലുണ്ടാവണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു ആത്മീയ തലത്തിലേക്ക് ചിന്തിക്കാൻ എന്നെ സഹായിച്ച എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, ആദ്യ സുഹൃദൈവങ്ങളൊക്കെ ചൊല്ലിപ്പഠിപ്പിച്ച അമ്മച്ചിയും, ആദ്യമായിട്ട് ഈശോയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി അപ്പച്ചൻ്റെ കൂടെ നിന്നുകൊണ്ട് മണിയടിക്കുന്ന സമയത്ത് അത് ഈശോയാണെന്ന് പറഞ്ഞ് അന്ന് ഈശോയിലേക്ക് നോക്കാനായിട്ട് എന്നെ മുട്ടുകുത്തിച്ച് ഈശോയിലേക്ക് നോക്കിച്ച എൻ്റെ അപ്പച്ചനും, അതുപോലെ കൊന്ത എപ്പോഴും സമയം കിട്ടുമ്പോൾ ചെല്ലുന്ന അപ്പച്ചനും, സുഹൃദൈവം ചെല്ലുന്ന അമ്മച്ചിയും, അതുപോലെ എൻ്റെ ചേച്ചിമാർ, 2 പേര് സിസ്റ്റർമാരാണ്. അവർ ആ ചെറുപ്പകാലത്ത് തന്നെ എന്നെയൊക്കെ കൂടെ പള്ളിയിൽ കൊണ്ടുപോയി ആദ്യമേ തന്നെ മരിയൻ സൊഡാലിറ്റി ചേർത്തു. പിന്നെ ആദ്യമേ നമ്മുടെ തിരുവാല സഖ്യത്തിൽ ചേർത്തു. പിന്നെ മരിയൻ സൊഡാലിറ്റി ചേർത്തു. അത് കഴിഞ്ഞിട്ട് ആൾത്താര പാലനാക്കാനായിട്ട് സഹായിച്ചു. ആദ്യ കുർബാനയ്ക്ക് ഒരുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെറിയ മിഷനിലെ സംഘടനയിലേക്ക് ധാരാളം സംഘടനയിലേക്ക് പ്രവർത്തിച്ചു. അപ്പം ഈ ആദ്യത്തെ ഇനീഷ്യേഷൻ, ഈ വിശുദ്ധിയിലേക്കുള്ള ഈശോയുടെ അടുത്ത് നിൽക്കാനായിട്ടുള്ള, ഈശോയെ കൂട്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒരുക്കം ഉണ്ടല്ലോ, ആ കൂട്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒരുക്കം അത് വീട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഈശോയെ കൂട്ടാക്കി നടക്കുക. ഈശോ നിൻ്റെ കൂട്ടാണ്, പക്ഷെ നീ ഈശോയുടെ കൂട്ടായി അയച്ചാൽ മതി. ഈശോ എന്നെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതിനുള്ള അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവുക എന്നുള്ളത്. അത് നമ്മുടെ മനസ്സിലേക്ക് അശുദ്ധ ചിന്തകൾ വരുത്താത്തവണ്ണം മനസ്സ്, പിന്നെ പറയില്ല, ഒരു ഐഡിൽ മനസ്സാണ് ചെറുത്താൻ്റെ പണിപ്പുര എന്ന് പറയില്ലോ. മനസ്സിൽ അങ്ങനെ ഒരു മടി പിടിച്ചിരിക്കാതെ എപ്പോഴും മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാനായിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ലത് മാത്രം വായിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചെയ്യുക. ആ നന്മ തന്നെയായ ഈശോയുടെ ആ സഹായത്താലാണ് ഈ നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലതുപോലെ ഇടപെടാനും സഹായിക്കുന്നത് എന്ന് നന്ദിപൂർവ്വം ഈശോയോട് പറഞ്ഞുകൊണ്ട് അനുനിമിഷം ആ ഈശോയുടെ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഈ അനുഗ്രഹങ്ങൾ തരുന്ന ഈശോ തന്നെയാണ്. ഇപ്പോൾ ബോണി എനിക്കൊരു എന്തെങ്കിലും ഒരു സമ്മാനം തന്നു, ഞാൻ ഉടനെ താങ്ക് യു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അതൊരു മാനുഷികമാണ്. അതുപോലെ അനുനിമിഷം നമുക്ക് ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയും. ഇതിനാണ് പണ്ട് ചെറുപ്പത്തിലെ എന്നെ സിസ്റ്റർമാർ, ഞാൻ പഠിച്ച മഠത്തിൽ, കർമ്മലിത്ത മഠത്തിലെ സ്കൂളിലാണ് പഠിച്ചത്, ഒരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അവർ ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറഞ്ഞുകൊണ്ടൊരു സുഹൃത മഞ്ജരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സുഹൃത മഞ്ജരിയിൽ ദൈവ സാന്നിധ്യം എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തെ ഓർത്തു, ദൈവ സാന്നിധ്യ സ്മരണ. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ചു, മോനെ ഓരോ കൊച്ചു കാര്യങ്ങളിലും ഈശോ മോന് കൂട്ടായിട്ട് വന്ന് കൊച്ചു കാര്യങ്ങൾ ഈശോ പറഞ്ഞു തന്ന് ഈശോയെ സഹായിക്കുന്ന, ഈശോ അനുഗ്രഹിക്കുന്ന മുമ്പ് ഈശോയ്ക്ക് നന്ദി എന്ന് പറയാം. താങ്ക് യു ജീസസ് എന്നിപ്പോൾ പറയുന്നത് ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ വന്നതിന് ശേഷം താങ്ക് യു ജീസസ് നമ്മൾ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയായിട്ട് എടുത്തു. പക്ഷെ അന്ന് പറയുന്നത് ഈശോയെ ഓർത്തു, ഈശോയുള്ള അനുഗ്രഹങ്ങൾ തന്നത്. ഈ പറയുന്ന ഇപ്പോഴത്തെ സ്തുതിപ്പിൻ്റെ ഭാഷയിലൊന്നും അന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ദൈവ സാന്നിധ്യ സ്മരണ, ഈശോയാണ് തന്നത്, ഈശോയെ അനുഗ്രഹിച്ചു, ഈശോയെ ഓർക്കുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മൃദു സംഭാഷണം അത് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് ഇപ്രകാരമുള്ള സ്ഥലങ്ങൾ. അപ്പം മാതാപിതാക്കന്മാരുടെ, സഹോദരന്മാരുടെ, എൻ്റെ നല്ല ഉത്തമരായ ഗുരുക്കരുടെ ഒരു വലിയൊരു സഹായം. അതുപോലെ കഴുത്തിൽ കിടക്കുന്ന കുരിശെടുത്ത് കാണിച്ച് കഴിഞ്ഞിട്ട് ഈശോയെ മോന് വേണ്ടി എന്തോരം സഹിച്ചു. അപ്പോൾ സഹനം നമ്മളെ വിശുദ്ധരാക്കും. എനിക്ക് വലിയൊരു ചിന്തയായിരുന്നു, സഹനത്തിലൂടെ നമ്മുടെ മാനുഷികമായിട്ടുള്ള പ്രയത്നം മുഴുവൻ എന്താ, സഹനങ്ങൾ ഒഴിവാക്കണം. നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിൽ മാനുഷികമാണത്. എല്ലാവരും പറഞ്ഞത് പിന്നെ ഈ സഹനം ഒന്ന് ഒഴിവാക്കിയിരുന്നു, സഹിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, സഹിക്കാൻ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, സഹിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ സഹനം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന സഹനങ്ങളുണ്ട്. അപ്പോൾ ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു സഹനമാണെന്നുണ്ടെങ്കിൽ
ആ സഹനം ഞാൻ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുമ്പോൾ, ആ സഹനത്തെ ഞാൻ ഒഴിവാക്കുമ്പോൾ എന്നിലുള്ള ദൈവിക പദ്ധതിയോടുള്ള നിസ്സഹകരണമാണ്. അത് എന്നെ വിശുദ്ധനാക്കില്ല. എന്നെ വിശുദ്ധനാക്കുന്നത് ഞാൻ വിശുദ്ധമായ വഴിയിലൂടെ നടക്കുന്നു എന്നുള്ള ദൈവസാന്നിധ്യ സ്മരണയോട് ജീവിക്കുമ്പോഴാണ്. അത് എൻ്റെ കൂട്ടുകാരനായ ഈശോയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുമ്പോഴാണ്. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടം ഇപ്രകാരം ഈ ഒരു വേദന സഹിക്കാനാണ്, ഈ നടുവേദന സഹിക്കാനാണെന്നുണ്ടെങ്കിൽ, ഈ നടുവേദനയുടെ ഈശോയെ ഓർക്കാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ റോബിൻസൺ ക്രൂസോയുടെ ഒരു കഥ ഓർക്കുന്നുണ്ടാവും. ഞാൻ ഇടയ്ക്ക് അത് ഓർക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട അതിനകത്ത് ഒരു കൊടുങ്കാട്ടിൽ ഏക മനുഷ്യനായിട്ട് ഇരുന്നൊരു കുടിൽ കാര്യമായിട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കി അവസാനം ആ കുടിലങ്ങ് തീ പിടിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘകാല പ്രയത്നം കൊണ്ട് ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ, ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ ഒന്ന് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കൂരയായിരുന്നു. പക്ഷെ അത് കത്തുന്നത് കണ്ടപ്പോഴാണ് ഒരു കപ്പലിൽ നിന്ന് അവിടെ തീ കണ്ടതുകൊണ്ട്, ഒരു അടയാളം കണ്ടതുകൊണ്ട് ഈ ദ്വീപിൻ്റെ അടുത്തേക്ക് വന്ന് റോബിൻസൺ ക്രൂസോയെ രക്ഷിക്കാൻ സാധിച്ചത്. അത് എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു കഥയാണ് ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം റോബിൻസൺ ക്രൂസോയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ലായിരുന്നു. കാരണം കഷ്ടപ്പെട്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയ ഒരു കുടിൽ കത്തിപ്പോകുന്നു. എന്തിനാ ദൈവം അത് കത്താൻ അനുവദിച്ചത്? രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും, വേദനയുടെ കാലഘട്ടത്തിലാണെങ്കിലും, അസുഖങ്ങളുടെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും, വേദനയും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും സഹനങ്ങളും വേർപാടുകളും ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കടത്തി വിടുമ്പോഴും അതിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി തിരിച്ചറിയണം. എന്നെ ദൈവം കൈവിട്ടിട്ടില്ല, ഇതിലൂടെ ദൈവം എന്നെ എവിടെയോ ഒന്ന് വഴി മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വഴിമാറി നടക്കണമെങ്കിൽ വഴിമാറി നടക്കാനും, തിരുത്തേണ്ടത് തിരുത്താനും, എന്നിലുള്ള ആ ദൈവകൃപയെ എന്നിൽ ഒന്നും കൂടെ ഉണർത്താനും തക്കവണ്ണം ഈ സഹനങ്ങളും കാരണമാണ്. മനുഷ്യനൊന്നും ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അവൻ കുറച്ച് നേരം കഴിയുമ്പോൾ അതിനെക്കുറിച്ചും ധ്യാനിക്കും, സംസാരിക്കാനുണ്ട് നമുക്ക് സഹനത്തെക്കുറിച്ച്. എന്നിരുന്നാൽ പോലും സഹനങ്ങൾ, എല്ലാ സഹനങ്ങളും ഒഴിവാക്കേണ്ടതല്ല. ഞാനത് സാറിനോട് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞായിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന സഹനങ്ങളുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പലർക്കും അത് കൺഫ്യൂഷൻ. ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നവർക്ക് ഒരു മരണാസന്നയായ രോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഈശോ പറയുന്നൊരു വചനമുണ്ട്, ഈ രോഗം മരണത്തിൽ കലാശിക്കാൻ ഉള്ളതല്ല. അതിൻ്റെ അർത്ഥം എന്താ? ചില രോഗങ്ങൾ മരണത്തിൽ കലാശിക്കാനുള്ളതാണ്. പോയിക്കോളൂ, നീ സുഖം പ്രാപിച്ചിരിക്കുന്നത്, മേലിൽ പാപം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്താ? നീ നിൻ്റെ വഴിവിട്ട ജീവിതാവസ്ഥ കൊണ്ട് നീ സ്വയം നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്ക് വന്നതാണ് നിൻ്റെ അസുഖം. ഇനി നിൻ്റെ ജീവിതം നീ നേരെയാക്കുക, അപ്പോൾ നിനക്ക് അസുഖങ്ങളുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ കയ്യിലിരിപ്പായിരുന്നു ആ പാപം. അപ്പോൾ മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി, നിനക്ക് അസുഖം ഉണ്ടാവില്ല. വളരെ സിമ്പിളാണ്. കാരണം ഇതുവരെയുള്ള പാപം ഞാൻ മോചിച്ചു, അതിനെ ഞാൻ സുഖപ്പെടുത്തി. മേലിൽ പാപം ചെയ്ത് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്തത്. ഇത്രയും മോശമായത് സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മോശമായത് നീ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ അസുഖം പിടിപെട്ടത്. നമ്മൾ കാണുന്ന പല രോഗങ്ങളും നമ്മുടെ വഴിവിട്ട ജീവിതത്തിൻ്റെ സ്വയം മേടിച്ചു വെക്കുന്ന സമ്മാനങ്ങളാണ് പല രോഗങ്ങളും. പക്ഷെ ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്ന രോഗങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ, സഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, സഹനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ആ സഹനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് തിരിച്ചറിഞ്ഞത്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായൊരു ഉദാഹരണം പറയാം. ഞാനൊരു 10-35 വർഷത്തിൽ കൂടുതലായിട്ട് നടുവേദനയുള്ള ആളാണ്. അപ്പം ഞാൻ ഈ ഒരുമാതിരി എല്ലാ വൈദ്യശാസ്ത്രത്തിലുള്ള ചികിത്സകളും നടുവേദനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ അത് പൂർണ്ണമായിട്ട് വിട്ടു മാറിയിട്ടില്ല. എനിക്കിപ്പോഴും ഇടയ്ക്ക് നടുവേദന. അപ്പം എൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വളരെ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഇത് ദൈവം എനിക്ക് അനുവദിച്ച ഒരു സഹനമാണ്, ദൈവത്തെ ഓർക്കാനായിട്ട്. പൗലോസ്ലിയ മുള്ള് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ കൃപ മതി എന്ന് തിരിച്ചറിയാനായിട്ടൊരു മുള്ള്. അതുപോലെ ഒരു സഹനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു കണ്ണീരിൻ്റെ വഴി, ഒരു ദുഃഖത്തിൻ്റെ വഴി, ഒരു വേദനയുടെ വഴി, ഒരു കഷ്ടപ്പാടിൻ്റെ വഴി എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതെല്ലാം ദൈവത്തെ ഓർക്കാൻ, ദൈവത്തെ തിരിച്ചറിയാൻ. അത് ഈ കഷ്ടപ്പാട് കൊണ്ട് മാത്രം ദൈവത്തെ തിരിച്ചറിയുമെന്ന് അർത്ഥമില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ വഴികളാണ് ദൈവം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വഴികളും അജ്ഞാതങ്ങളാണെന്നാണ്. നമ്മൾ ദൈവത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല. അത് സർവജ്ഞാനിയായി ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. ദൈവിക രഹസ്യങ്ങൾ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി അളക്കില്ല.
ബുദ്ധി തന്ന തമ്പുരാനെ ബുദ്ധി കൊണ്ട് എനിക്ക് അളക്കാൻ പറ്റില്ല, തിരിച്ചറിയാനും പറ്റില്ല. ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവത്തെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗമാണ് വിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചില സഹനങ്ങൾ, ചില രോഗങ്ങൾ, ചില കഷ്ടപ്പാടുകൾ, ചില വേദനകൾ, ചില ദുരിതങ്ങൾ, ചില ദാരിദ്ര്യങ്ങൾ, ചില തകർച്ചകൾ, ചില തളർച്ചകൾ, ഇതെല്ലാം എൻ്റെ ഒരു വഴി മാറി ചവിട്ടാനായിട്ടോ എന്നിലൊരു തിരുത്തലുണ്ടാവാനായിട്ടോ എന്നെ നന്നാക്കാനോ എന്നെ ഉയർത്താനോ എന്നെ വളർത്താനോ എന്നെ രക്ഷിക്കാനോ വേണ്ടിയിട്ടുള്ള ഈശോയുടെ ഇടപെടലുകളാണ്. പക്ഷെ അത് ആ സമയത്ത് ഇതനുഭവിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രശ്നം. അതൊരു വിശ്വാസത്തിൻ്റെ മേഖലയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എൻ്റെ ദൈവം എൻ്റെ കൈവിടില്ല, എന്നെ കൈവിടില്ല. ഈ വിശ്വാസമുള്ള എന്നെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഇതറിയാം. എൻ്റെ ഈശോ അറിയാതെ ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല. ഈശോ അനുവദിച്ചതാണോ ഞാൻ വരുത്തി വെച്ചതാണോ എന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയുടെ ഭാഗം തന്നെയാണ്. ഞാൻ ആത്മപരിശോധന ചെയ്യേണ്ട ഭാഗമാണ്. പക്ഷേ ഈശോ അനുവദിച്ചതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുക എന്ന് പറയും. ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുക. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സാണ് എന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ മുമ്പിലിരിക്കും മാത്രമേ ഉള്ളൂ. ദൈവാലോചന ചോദിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ തിരുമനസ്സ് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. ദൈവം മനസ്സാവുന്നുണ്ട്. സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേ അത് ദൈവത്തിൻ്റെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ ദൈവിക മനുഷ്യരുടെ അടുത്ത് പോയി ആലോചന ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവിക സ്വരം ശ്രവിക്കാൻ ദൈവം നമുക്ക് ദൈവാത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ദൈവാത്മാവിൻ്റെ സ്വരം, മൃദുലമായ സ്വരം കേൾക്കാൻ പാകത്തിന് നമ്മൾ സ്വസ്ഥമായി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് കടച്ച് നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കടച്ച്. എന്താ കടക്കാൻ പറയാൻ കാരണം? എല്ലാ പലവ്യഞ്ജനങ്ങളും മാറ്റിവെച്ച് ദൈവവും നീയും മാത്രമുള്ള, അല്ലേ, ഒരു ദമ്പതികളുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ദമ്പതികളുടെ സ്വകാര്യതയിൽ ഒരു വ്യക്തിയോ ഒരു ശബ്ദമോ ഒരു പലവിചാരമോ ഒരു ദുർവിചാരമോ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? ഉത്തമഗീതം വായിക്കുമ്പോൾ ഈ പ്രേമസല്ലാപത്തെക്കുറിച്ച് ഒത്തിരി നമുക്ക് ആഴത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാനുഷിക തലത്തിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദൈവിക സ്നേഹത്തിൻ്റെ ആഴത്തെ ഉത്തമഗീതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ മാനുഷികമായ ചിന്തകളോടെ വായിച്ചു കഴിഞ്ഞാൽ ദമ്പതികളുടെ പ്രേമസല്ലാപമാണെന്ന് മനസ്സിലാവും. പക്ഷേ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ആ പ്രേമസല്ലാപത്തെ മാനുഷിക തലത്തിൽ എടുത്തിട്ടാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം അത്രമാത്രം ഒരു സ്വകാര്യത ആണ് യഥാർത്ഥത്തിൽ ദൈവവും ഞാനും മാത്രമായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് പ്രാർത്ഥനയുടെ സമയം. ആ സമയം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പറയും, ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് ബോണിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ബോണി പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബോണി എന്താ പറയുന്നത് എനിക്ക് അറിയണം. അപ്പോഴല്ലേ സംഭാഷണമാവുള്ളൂ. അല്ലാത്ത പക്ഷേ എൻ്റെ ഉപദേശം മാത്രമാവുള്ളൂ. ഞാൻ ദൈവത്തെ ഉപദേശിക്കാൻ ആളല്ല. ദൈവത്തെ ഉപദേശിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, സ്ത്രീയെ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മളാരുമല്ല. ദൈവമാണ് എനിക്ക് അറിവ് പകർന്നു തരുന്നത്, ദൈവം ജ്ഞാനം തരുന്നതാണ്. അപ്പോൾ ആ ദൈവിക ജ്ഞാനം ഞാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പായി ഒന്ന് ഇരുന്നാൽ മതി, സ്വസ്ഥമായിട്ടിരുന്നാൽ മതി, ശാന്തമായിട്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് സഹായങ്ങൾ ചോദിക്കുന്നതിൽ നമുക്ക് തിരിച്ചറിവിന് വേണ്ടി തീർച്ചയായിട്ടും ദൈവിക മനുഷ്യരുടെ സഹായം ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യേണ്ട ഒരു നടപടിയുണ്ട്. എന്നെ തന്നെ ഞാൻ സ്വസ്ഥമാക്കി, അല്ലേ, ജനമോഹം, ജീവിത വ്യഗ്രത, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ദൈവത്തിൽ നമ്മൾ അകറ്റുന്നത് 3 കാര്യങ്ങളല്ലേ. അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ മുമ്പായിരുന്നു സ്വസ്ഥമായിട്ടിരുന്നു, അല്ലേ. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പലരും പറയാനില്ല, സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സാണ് നിൻ്റെ നടുവേദന. നീ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ എൻ്റെ സഹനത്തോട് ചേർത്ത് നീ ആ വേദന സഹിക്കണം എന്ന് ഈശോനോട് പറയാനുണ്ടെങ്കിൽ സന്തോഷത്തോടെ, അതാണ് സഹിക്കാനുള്ള കൃപ എന്ന് പറയുന്നത്. സഹിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് ദൈവമേ ആരോഗ്യം കിട്ടാനും ബലം കിട്ടാനും വേണ്ടി. സഹിക്കാനുള്ള ബലവും ശക്തിയുമല്ല എനിക്ക് ആവശ്യം. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള സഹനമാണെങ്കിൽ ആ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടുള്ള കൃപയാണ് എനിക്ക് ആവശ്യം. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു കൃപ കിട്ടാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പായി സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പോൾ വിശുദ്ധിയോടുകൂടി ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധി തന്നെയായ ദൈവത്തോടുള്ള ഒരു അനുയാത്രയാണ്. വളരെ സിമ്പിൾ. കഥ കിടക്കുക എന്ന് പറയുന്നത് തന്നെ വിശുദ്ധിയാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലേ? വിശുദ്ധി തന്നെയായ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യും. കാരണം ആ ദൈവം എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ആ ദൈവം എനിക്ക് രക്ഷിക്കാനായിട്ടുള്ള വഴിയും കാണിച്ചു തരുന്നു, ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കൈവിട്ട് ഓടാതിരുന്നാൽ മതി, ഞാൻ ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാതിരുന്നാൽ മതി, ഞാൻ ദൈവത്തെ തള്ളി പറയാതിരുന്നാൽ മതി, ഞാൻ ദൈവത്തിൻ്റെ കൈ പിടിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്താൽ മാത്രം മതി. അപ്പോൾ ദൈവത്തിൻ്റെ കൈ പിടിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന, ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അത് വളരെ സുന്ദരമാണ്, വളരെ ലളിതമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഞാനും ബോണിയും ഉത്തമ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ബോണിക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് നമ്മുടെ ഒരു യാത്രയിൽ ഞാൻ പറയില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ പ്രവർത്തിക്കില്ല, കാണില്ല, ഒന്നും ചെയ്യില്ല.
അപ്പോൾ അതുപോലെ തന്നെ ഈശോ, എൻ്റെ ഈശോൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ കാണരുത്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യരുത്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് പറയരുത്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുകയും ചെയ്യണം. അത് ഈശോയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിനിയോഗിക്കലാണ്. ലോകത്തിൻ്റെ കളങ്കമേക്കാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനാഥരുടെ വിധവങ്ങളുടെ ഞെരുക്കങ്ങൾ അവിടെ സഹായിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷയിലായിരിക്കും. പക്ഷേ ലോകത്തിൻ്റെ കളങ്കം നമ്മൾ ഏക്കരുത്. വള്ളം വെള്ളത്തിലാണ്, പക്ഷെ വെള്ളം വള്ളത്തിൽ കയറരുത്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ വള്ളത്തെ ദൈവം അനുഗ്രഹിക്കും. അവരെയാണ് ദൈവം വിശുദ്ധരായിട്ട് സഭയിലൂടെ നമുക്ക് പ്രഖ്യാപിച്ച് തരുന്നത്. സഭയിൽ നമുക്ക് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള കുറവാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ചിലരെ മാത്രം ദൈവം തിരഞ്ഞെടുത്ത് ഒരു മാതൃകയായിട്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ അറിയപ്പെടാത്ത വിശുദ്ധരായിട്ട്, അൺസങ് സെയിൻസ് അറിയപ്പെടാത്ത വിശുദ്ധരായിട്ടുണ്ട്. അത് വിശുദ്ധർ തന്നെയാണ്. പക്ഷെ ദൈവം ചിലരെ സഭയിലൂടെ അനുവദിച്ചു തന്നിരിക്കുന്നത് അവരെ നമുക്ക് മാതൃകയും പ്രചോദനമാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സാറേ, വളരെ വളരെ സന്തോഷം തോന്നുന്നതാണ്. കാരണം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിൽ ജസ്റ്റിസായിട്ട് സേവനം ചെയ്യുകയും ഇപ്പോഴും ഔദ്യോഗികമായ ചില സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന സാറ് വിശുദ്ധിയെക്കുറിച്ച് ഇത്രയും സിമ്പിളായിട്ട് പറയുമ്പോൾ അത് സാറിൻ്റെ ഉള്ളിൽ നിന്നാണെന്ന് സത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം നൽകുന്നു. ഞാൻ പരിശ്രമിക്കുന്ന ആളാണ്. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിശുദ്ധ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് നമ്മൾ കാണുന്ന ഈ രൂപക്കൂട്ടുള്ള വിശുദ്ധനല്ല, ഈശോയുടെ അടുത്തെത്താൻ തക്കവണ്ണമുള്ള ഈശോടൊപ്പം യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം. അതെ, പലപ്പോഴും പലരും വിചാരിക്കുന്നത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിശുദ്ധിയോടൊന്നും പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ സാറിനെ പോലെയുള്ള എൻ്റെ അനുഭവം തിരിച്ച് ബോണി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ മഹത്വപൂർണ്ണമായി നിർവഹിക്കാനായിട്ട് എന്നെ സഹായിച്ച ഈശോ തന്നെയാണ്. ഈശോയോടുള്ള അനുയാത്ര കൊണ്ട് മാത്രമാണ് ആ ഉത്തരവാദിത്തങ്ങൾ മഹത്വപൂർണ്ണമായി നിർവഹിക്കാൻ സാധിച്ചത്. ഉത്തരവാദിത്തങ്ങൾ തന്നവനെ തള്ളി പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങളുടെ തലയിൽ കയറിയിരിക്കലല്ല, ആ ഉത്തരവാദിത്തങ്ങൾ തന്നവനെ ഓർത്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുടെ മഹത്വപൂർണ്ണമായ നിർവഹണം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്താനായിട്ട് എന്നെ സഹായിച്ചത് ദൈവത്തോടൊപ്പമുള്ള യാത്രയാണ്. അതാണ് വിശുദ്ധി. അതാണ് വിശുദ്ധി. അത് സാറ് പറഞ്ഞ എക്സാമ്പിളുണ്ട്. വെള്ളത്തിലാണ് പക്ഷേ വള്ളത്തിൽ കയറരുത്. ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൻ്റെതല്ലാതെ. ഈശോ കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലായിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, പക്ഷെ ഓർത്തുകൊള്ളുക, ഈ ഞെരുക്കങ്ങളെ അതിജീവിച്ച് ഒരാൾ ഈ ലോകത്തൂടെ കടന്നു പോയിട്ടുണ്ട് ഈശോയെ തന്നിട്ട്. ലോകം നിങ്ങളെ വെറുതെ വിടില്ല. ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകം നമ്മുടെ പിന്നാലെയുണ്ട്. നമ്മൾ ലോകത്തെ വിളിച്ചാൽ ലോകം പിന്നാലെയുണ്ട്. പക്ഷേ ആ പിന്നാലെ വരുന്ന ലോകത്തെ ഞാനാവുന്ന ആ വള്ളത്തിൽ കയറാതെ സൂക്ഷിക്കേണ്ടത് ഞാനാണ്. സാറിൻ്റെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ആ ഒരു കൃപയും സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ. സാറിന് പ്രത്യേകം നന്ദി. കൃപയിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കൊണ്ട് ചെയ്യാം. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്ന് ദൈവത്തിന് സ്തുതിക്കട്ടെ.